ആദം കുക്കിംഗ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീണ്ടും ഞാൻ വീഡിയോസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടി, അപ്പോൾ അതിനെ ഒന്ന് ജ്യൂസാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ, അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. ആദ്യം തന്നെ പാഷൻ ഫ്രൂട്ടെല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, അതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ജെല്ലെല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കാം. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്ന കാണാനേ. അതെല്ലാം ജെല്ലെല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ജ്യൂസായിട്ടല്ലാതെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട്. പഞ്ചസാര ഇട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ കഴിക്കുന്ന അതാണ് എനിക്കിഷ്ടം. എന്നാലും ജ്യൂസാക്കുമ്പോൾ നമുക്ക് നല്ലതാണ്. ബ്ലഡ് വെക്കാനൊക്കെ നല്ല കേട്ടോ. എനിക്ക് ഡെങ്കിപ്പനി വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു സാധനം. ഇപ്പോൾ കൗണ്ട് കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുക്കുന്നത് കുറച്ച് പഞ്ചസാരയും ഒരു അരമുറി നാരങ്ങയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയാണേ. പച്ചമുളക് ഒരെണ്ണം ഇട്ടാലും മതി, എരിവ് അധികം വേണ്ടാത്തവർ ഒരു പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ഉള്ളൊരു ജ്യൂസാട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ലതുപോലെ മധുരം ഇട്ട് കൊടുക്കുക, നല്ലപോലെ വെള്ളം ഒഴിക്കണേ. അപ്പോൾ അതെല്ലാം മിക്സഡ് ജാറിലോട്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് ജ്യൂസ് ഒന്നാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുമാണ്. ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, അല്ലാതെ കഴിക്കുമ്പോൾ ഇത്. അപ്പോൾ എൻ്റെ മോന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.